സംസ്ഥാനം അനിശ്ചിതകാല ബസ് പണിമുടക്കിലേക്ക് നീങ്ങുമ്പോൾ ഇടുക്കിയിലെ മലയോര മേഖലയിലുള്ള ഗ്രാമങ്ങൾ ആശങ്കയിലാണ്. KSRTC സർവീസുകളില്ലാത്ത സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിക്കുന്ന ഇത്തരം ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ സമരം ബാധിക്കാം. ഇത്തരം ഒരു മലയോര ഗ്രാമമാണ് വാഗമണ്ണിന് സമീപത്തെ കോട്ടമല. ഇടുക്കി ജില്ലയിലെ വാഗമണ്ണ് സമീപം കോട്ടമല എന്ന മലയോര ഗ്രാമമാണിത്. ഈ മലയോര ഗ്രാമത്തിലെ മനുഷ്യരെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്നത് ജയ്മാത എന്ന ഈ സ്വകാര്യ ബസ്സാണ്. ഈ നാട്ടിലേക്ക് എത്തുന്ന ഏക ബസ്സും ജയ്മാതയാണ്. കോട്ടമല ഒരു തോട്ടം മേഖലയാണ്. MMJ പ്ലാന്റേഷന്റെ തേയിലത്തോട്ടം പൂട്ടിപ്പോയതോടെ ഇപ്പോൾ തൊഴിലാളികൾ മറ്റിടങ്ങളിൽ പോയി കൂലിവേല ചെയ്താണ് ജീവിക്കുന്നത്. ആശുപത്രി, മറ്റ് സർക്കാർ സേവനങ്ങൾ ഇവയെല്ലാം ലഭ്യമാകണമെങ്കിൽ ഉപ്പുതറയിലോ വളകോടോ പോകണം. അതുകൊണ്ട് തന്നെ ഈ ബസ് കോട്ടമല ഗ്രാമവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജയ്മാത കോട്ടമലയ്ക്കുള്ള ബസ്സാണ്. ഞങ്ങൾക്ക് ഇത് വന്ന പിന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ വലിയ പാടായി, കാലും വയ്യ കയ്യും വയ്യ. ഇതില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓട്ടോക്കാർക്ക് 500 രൂപ കൊടുക്കണം. ഒരു ദിവസം ജയ്മാത സർവീസ് മുടക്കിയാൽ അത് കോട്ടമലക്കാരുടെ ജീവിതത്തെ ബാധിക്കും. അല്ലെങ്കിൽ ജീപ്പോ ഓട്ടോറിക്ഷയോ ആശ്രയിക്കണം. കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തുന്ന ഇവർക്ക് ഇത് അധിക ഭാരമാണ്. അതുകൊണ്ട് തന്നെ ബസ് സമരത്തോട് ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല. ഇപ്പം തന്നെയാണേലും ഒരു ബസ് ജില്ല വല്ലപ്പോഴും ഉള്ളൂ. അതുകൊണ്ട് നോക്കി ഉച്ചയ്ക്ക് വന്നല്ലോ അപ്പുറം വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ വണ്ടി കിട്ടിയതുകൊണ്ട് ഇപ്പം കോട്ടമല വരെ പോകാനൊക്കുന്നു. നമ്മളിപ്പോൾ തന്നെയാണേലും ന്യായമായിട്ട് ബസ്സിനുള്ള കൂലികളുണ്ട്. വളവോട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കോട്ടമല വരെ വരുന്നതിന് 25 രൂപയാണ്. തോട്ടം പൂട്ടിപ്പോയതോടെ 50-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ കോട്ടമലയിലുള്ളത്. യാത്രക്കാരുടെ എണ്ണം കുറവാണ്. അതിനാൽ സർവീസ് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഒരു വെല്ലുവിളിയാണ്. യാതൊരു സമയക്രമവും പാലിക്കാതെ KSRTC നടത്തുന്ന സർവീസുകൾ ഗ്രാമീണ ബസ്സുകളെ ഇല്ലാതാക്കുമെന്നാണ് പ്രധാന പരാതി. ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഈ ST പോലുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് അനുകൂലമായൊരു നിലപാടെടുത്താൽ ഞങ്ങൾ തീർച്ചയായിട്ടും സമരത്തിൽ നിന്ന് പിന്മാറും. നാട്ടുകാരുമായിട്ട് സഹകരിക്കും. സമരത്തിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല. സമാന്തര സർവീസുകൾ മലയോര മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. ജയ്മാത പോലെയുള്ള ഗ്രാമീണ സർവീസുകൾ ഒരു ദിവസം മുടങ്ങിയാൽ അത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പണിമുടക്കിൽ നിന്ന് പിന്മാറാൻ ബസ്സുടമകളുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരും തയ്യാറാകണം. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിംസ് രാജു, മാതൃഭൂമി ന്യൂസ്.